കൂത്താട്ടുകുളം CPIM മുൻ ഏരിയ സെക്രട്ടറി അടക്കം 53 CPIM പ്രവർത്തകർ CPIയിൽ ചേർന്നു. ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി എന്നിവരുടെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നത് എന്ന് ഷാജു ജേക്കബ് പറഞ്ഞു. കോൺഗ്രസിലേക്കും BJPയിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന പാർട്ടിയായി ഈ പാർട്ടി മാറിയോ? കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യം, രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ആവശ്യത്തിന്റെ പ്രശസ്തി ഇവർ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനെല്ലാം വരും കാലങ്ങളിൽ നമുക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടി ജനകീയ അടിത്തറ വിപുലപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകണം. സൈഫുന്നീസ അലിയാർ വിവരങ്ങളുമായി ചേരുകയാണ്. സൈഫുന്നീസ, വലിയ വിമർശനം ഉന്നയിച്ചാണ് കൂറുമാറ്റം എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവർ ഇക്കാര്യത്തിൽ പറയുന്നത്? പ്രത്യേകിച്ചും ഷാജു ജേക്കബ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇതിൽ എന്താണ് വിശദീകരിക്കുന്നത്? കൂത്താട്ടുകുളത്ത് CPMലെ പാലക്കുഴയിൽ നിന്നുള്ള നേതാവാണ് ഷാജു ജേക്കബ്. കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ആയിരുന്നു, മുൻ ഏരിയ സെക്രട്ടറി കൂടിയാണ് ഷാജു ജേക്കബ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കുഴ പഞ്ചായത്തിൽ CPMന് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. 14-ൽ 13 സീറ്റുമാണ് UDF നേടുകയും ചെയ്തത്. ഇത് ഷാജു ജേക്കബിന് അടക്കമുള്ള അവരുടെ പാർട്ടി പ്രവർത്തനങ്ങളെ തുടർന്നാണ്, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്നാണ് എന്ന് ആരോപിച്ചുകൊണ്ട് CPM ഇക്കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഈ ഷാജു ജേക്കബിനെ അടക്കമുള്ളവരെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാജു ജേക്കബ് അടക്കം 53 CPIM പ്രവർത്തകർ CPIയിൽ ചേർന്നത്. CPM ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി എന്നിവരുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ പാർട്ടി വിടുന്നതെന്നാണ് ഷാജു ജേക്കബ് പറഞ്ഞിരിക്കുന്നത്. ഷാജു ജേക്കബിനെ കൂടാതെ പാലക്കുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KA ജയ, മുൻ വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കിൽ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആലിസ് ഷാജു, മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയാണ് CPIയിൽ ചേർന്നിരിക്കുന്നത്. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KK അഷ്റഫും മുൻ MLAമാരായ എൽദോ എബ്രഹാമും ബാബു പോൾ അടക്കമുള്ളവരാണ് ഇവർക്ക് അംഗത്വം നൽകിയത്. ഇവരിൽ നിന്നാണ് ഇവർ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ CPIയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഈ പാർട്ടി വിട്ട ശേഷം ഈ ഷാജു ജേക്കബ് പറഞ്ഞിരിക്കുന്നത്. ശരി സൈഫുന്നീസ.